ഷാജി, രാവിലെ മെഡിക്കൽ പരിശോധനയിലേക്ക് പോകുന്ന ഘട്ടത്തിലും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലുമൊക്കെ ഷാജി അത് ദൃശ്യങ്ങളായും വിവരങ്ങളായും ഞങ്ങളിലേക്ക് തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ മാവേലിക്കര ജയിലിൽ രാഹുൽ മാങ്കൂട്ടം അടയ്ക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അജിംഷാദ് വളരെയധികം നാടകീയമായ മുഹൂർത്തങ്ങളാണ് നമുക്ക് പത്തനംതിട്ടയിൽ കാണാൻ സാധിച്ചത്. പത്തനംതിട്ടയിൽ ചോദ്യം ചെയ്യലിന് ശേഷം മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് ജനലാശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം തന്നെ മറ്റ് യുവജന സംഘടനകളുടെയൊക്കെ ശക്തമായ ഒരു പ്രതിഷേധം നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളരെ ശക്തമായ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും അധികം രാഹുൽ മാങ്കൂട്ടം വിമർശിച്ച ഉച്ചഭക്ഷണ വിതരണത്തിനായിരുന്നു. കാര്യം ആശുപത്രികളിൽ ആരോരുമില്ലാതെ കിടക്കുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് വിമർശിച്ചിരുന്നത്. അതിൻ്റെ മോശമായ ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെയാണ് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് എത്തിക്കുകയും അതിനുശേഷം മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് ഇറക്കിക്കൊണ്ടുപോകുന്നതിന് ആ പ്രതിഷേധ സൂചകമായിട്ട് ഇന്ന് കൂടുതൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ അതിനെ പ്രതിഷേധിച്ചത്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും പ്രധാനമായിട്ടും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന് മുൻപുണ്ടായ കേസുകളും ഇപ്പോഴത്തെ കേസുകളുമൊക്കെ തന്നെ അതിൻ്റെ വളരെ കൃത്യമായിട്ട് അക്കങ്ങൾ നിരത്തിയാണ് പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാളെ കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തിയതുണ്ട്. ഇയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നതിന് പോലീസ് കസ്റ്റഡിയിൽ വേണ്ടി വരും. അതൊരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ച് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ഇനിയും ചോദ്യം ചെയ്ത് ഇയാൾക്കെതിരെയുള്ള തെളിവുകളും കൂടുതൽ സാക്ഷികളുമൊക്കെ തന്നെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കര സബ് ജയിലിന് മുന്നിലാണ്. ഈ മാവേലിക്കര സബ് ജയിലിലാണ് അല്പം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ച് സബ് ജയിലിനുള്ളിലേക്ക് തളയ്ക്കപ്പെട്ടത്. അതിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെയൊക്കെ പ്രതിഷേധം നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചു. എല്ലാ പ്രദേശങ്ങളിലും രാഹുൽ മാങ്കൂട്ടം എത്തുന്നിടത്തൊക്കെ തന്നെ ശക്തമായൊരു പ്രതിഷേധം യുവജന സംഘടനകളുടെ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരൊക്കെ തന്നെ നിൽപ്പുണ്ട്. അവർ ഇന്ന് വൈകിട്ടും പ്രതിഷേധം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ മാവേലിക്കരയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? ഞങ്ങളിവിടെ നേരത്തെ സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ കേരളത്തിനകത്ത് അങ്ങേയറ്റം അപമാനകരമായ ഒരു സാഹചര്യമാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭാ സാമാജികൻ ഇത്രത്തോളം ലൈംഗിക വൈകൃതത്തിൻ്റെ ഭാഗമായി പെൺകുട്ടികളെ അടക്കം അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഭ്രൂണഹത്യയ്ക്ക് വരെ നേതൃത്വം കൊടുക്കുന്ന നിലയിലേക്ക് ഈ നാടിനാകെ അപമാനപരമായിട്ടുള്ളൊരു സാഹചര്യം നാടിനകത്തുണ്ടായിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത്, ഇങ്ങനെയൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മുമ്പോട്ട് വരുമ്പോൾ എല്ലാ ഘട്ടത്തിലും നമ്മൾ ഉയർത്തുന്ന പ്രതിഷേധത്തിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിവൈഎഫ്ഐ പ്രതിഷേധം നാനാവിധമായ ഘട്ടങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവുമില്ല. അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങൾ പുറത്താക്കി എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഇടയ്ക്ക് ഇതിനു മുമ്പും എത്രയോ പരാതികൾ MLA ആകുന്നതിന് മുമ്പ്, മത്സരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന മറ്റ് പെൺകുട്ടികൾ പരാതിയുമായി വന്നു. അങ്ങനെ പരാതിയുമായി വന്നപ്പോൾ അത് പരിശോധിച്ചുകൊണ്ട് നടപടിയെടുക്കുന്നതിന് പകരം അയാളെ MLA ആക്കി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിന് നിലപാടാണ് സ്വീകരിച്ചത്. ഈ വിഷയം പുറത്തേക്ക് കടന്നു വന്ന സന്ദർഭത്തിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കി, കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കളും. എന്നാൽ ഡിവൈഎഫ്ഐക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പുറത്താക്കി തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു പ്രതിഷേധമെടുക്കാൻ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിനോ മഹിളാ കോൺഗ്രസിനോ എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ഒട്ടനവധിയായ പോഷക സംഘടനകളുണ്ടല്ലോ, ഒരു നിലപാടെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധമെടുത്തുകൊണ്ട് ഈ പറയുന്ന പീഡനവീരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പുറത്തു പോകണം, രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ധൈര്യമുണ്ടോ എന്നുള്ള ഡിവൈഎഫ്ഐ വെല്ലുവിളിക്കുകയാണ്. ഇനി നിങ്ങൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം? തീർച്ചയായും ഇനിയും പ്രതിഷേധമായിട്ട് മുമ്പോട്ട് പോകും. അതെന്താണ് ഇനി ഒരു പ്രതിഷേധം എന്താണ്? ഇപ്പോൾ പിടികൂടിയല്ലോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പീഡനവീരൻ മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം, ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കോലം കത്തിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ എന്നും മാവേലിക്കരയിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, അയാളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അവരുടെ രാജി ആവശ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും അവരെ ഈ നിലപാട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ കോലം കത്തിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം പ്രതിഷേധവുമായി മുമ്പോട്ട് വരികയാണ്.
ഇത് തന്നെയാണ് ഇവരുടെ പ്രതിഷേധം നമ്മൾ കാണുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടു, ശക്തമായ പ്രതിഷേധം അത് അവിടെ ആശുപത്രിയുടെ മുൻപിൽ കണ്ടു, അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ കണ്ടു. അങ്ങനെ എല്ലാ ഭാഗത്തും യുവജന സംഘടനകളുടെ പ്രതിഷേധം ആണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇപ്പോൾ സബ് ജയിലിന് മുൻപിലായിട്ട് ഇപ്പോൾ നമ്മുടെ ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വൈദ്യ പരിശോധന സംഘം അല്പസമയം മുൻപ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കുറച്ചു കാലം ഇനിയിപ്പോൾ ജയിലറയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ കൂടി കഴിയുന്നതോടെ ഇപ്പോൾ 3 കേസുകളാണുള്ളതെങ്കിൽ ഒട്ടനവധി കേസുകൾ ഇതിനോടകം തന്നെ ഇയാൾ തേച്ചുമാച്ച് കളഞ്ഞ ഒട്ടനവധി കേസുകളുണ്ട് എന്നാണ് പത്തനംതിട്ടയിൽ ചെന്നപ്പോൾ അവിടുത്തെ വിവിധ മേഖലകളിലുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ ഒരു പോക്സോ കേസിൽ വരെ ഇദ്ദേഹം അകപ്പെട്ടിട്ടുണ്ട്. അത് പിന്നീട് ഇയാൾ തേച്ചുമാച്ച് കളഞ്ഞു എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും എന്തായാലും പരിശോധിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ മാവേലിക്കര സബ് ജയിലിൽ തളച്ചിരിക്കുകയാണ്.